ഹലോ എവരിവൺ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ്, ഈ ഒരു കമ്പനിയിലേക്ക് ഇഷ്ടംപോലെ പോസ്റ്റുകൾ ഈ കഴിഞ്ഞ വർഷത്തിൽ പുതിയ പുതിയ പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഡെപ്യൂട്ടി മാനേജർ, ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ഡെപ്യൂട്ടി മാനേജറുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള പരീക്ഷ നടക്കാൻ വേണ്ടി പോവുകയാണ്. അത് നടക്കുന്നത് ആഗസ്റ്റ് മാസത്തിലാണ്. ഓക്കെ, സോ പരീക്ഷ വരുന്നതിന് മുമ്പ് ആരൊക്കെയാണോ ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുള്ളത് അവരോട് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു മെസ്സേജ് വരാറുണ്ട് അല്ലേ. സോ അങ്ങനെ ഈ ഒരു പരീക്ഷയുടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജൂൺ മാസം 11-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമുണ്ട്. സോ ഇപ്പോൾ തന്നെ പരീക്ഷ എഴുതാൻ താല്പര്യപ്പെടുന്നവർ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻ കൊടുക്കാം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയാലോ. യെസ്, സോ കാറ്റഗറി നമ്പർ 676/2023 ആണ്. ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 11/6/2024 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻ കൊടുക്കാം. നിങ്ങളുടെ PSC തുളസിയുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ കൺഫേം നൗ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇനി ആരൊക്കെയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുക്കേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, എന്താ സാർ എല്ലാവർക്കും കൊടുത്തൂടെ? അങ്ങനെയല്ല. സാധാരണ രീതിയിൽ PSCയുടെ നിയമപ്രകാരം നിങ്ങളൊരു പരീക്ഷ നിർബന്ധമായിട്ടും എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ കൺഫർമേഷൻ കൊടുക്കാവൂ എന്നാണ്. അതായത് നമുക്കറിയാം, സാധാരണയായിട്ടൊരു PSC പരീക്ഷ നമുക്ക് നിശ്ചിത ഫീസൊന്നുമില്ല അല്ലേ, ആപ്ലിക്കേഷൻ ഫീസൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും നമുക്കിടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം, വേണമെങ്കിൽ പരീക്ഷ എഴുതാം. ആ ഒരു രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ മുൻപ് കാലത്തൊക്കെ ഏകദേശം ഒരു 50% പേരൊക്കെ പരീക്ഷ എഴുതാറുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരു പരീക്ഷാ ഹാളിൽ പകുതി സീറ്റും വേക്കൻ്റ് ആയിരിക്കും. ജനറൽ PSC ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു പകുതി സീറ്റും വേക്കൻ്റ് ആയിരിക്കും. ടെക്നിക്കൽ പരീക്ഷ കുറച്ചും കൂടി ആൾക്കാർ എഴുതാറുണ്ട്. ദെൻ ഇതൊരു നഷ്ടം ആയിട്ടുള്ള കാര്യമല്ലേ. ആൾക്കാർ ചുമ്മാ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നു, തോന്നിയ പോലെ പരീക്ഷ എഴുതുന്നു, കുറേ പേര് എഴുതുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് PSC എന്ത് ചെയ്യണം, എക്സാമിനേഷൻ സെൻറ്റേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ, അത്രയും സ്കൂളുകൾ കണ്ടുപിടിക്കേണ്ടി വരും, അത്രയും സ്റ്റാഫിനെ പൈസ കൊടുത്ത് ടീച്ചേഴ്സിനൊക്കെ അലോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇതൊരു വലിയ പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം താല്പര്യമില്ലാത്തവർ എഴുതേണ്ട ആവശ്യമില്ല അല്ലേ. പക്ഷേ അപ്ലൈ ചെയ്ത മാക്സിമം ആൾക്കാരെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം റിസോഴ്സസ് വകവെക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു കൊണ്ടുവന്നൊരു കാര്യമായിരുന്നു കൺഫർമേഷൻ കൊടുക്കുക. സോ കൺഫർമേഷൻ പരീക്ഷ എഴുതാൻ താല്പര്യമില്ലാത്തവർ എന്ത് ചെയ്താൽ മതി, കൺഫർമേഷൻ കൊടുക്കാതിരുന്നാൽ മതി അല്ലേ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ദെൻ അവർ പറയുന്നത്, ഒരു നോട്ടിഫിക്കേഷനായിട്ട് പറയുന്നത്, ദിസ് കൺഫർമേഷൻ ഈസ് ആൻ അണ്ടർടേക്കിംഗ് ടു റൈറ്റ് ദി എക്സാം. നിങ്ങളൊരു കൺഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു എക്സാം എഴുതാൻ പോകുന്നു എന്ന് കാണിക്കുന്ന ഒരു കാര്യമാണ്. ഇഫ് യു ആർ നോട്ട് ഷുവർ ഓഫ് റൈറ്റിംഗ് ദിസ് എക്സാമിനേഷൻ ഡു നോട്ട് സബ്മിറ്റ് ദി കൺഫർമേഷൻ. നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ നിങ്ങൾ ഷുവർ അല്ലെങ്കിൽ, നിങ്ങൾ പരീക്ഷ എഴുതുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ ഇതിന് കൺഫർമേഷൻ നൽകരുത്. അപ്പോൾ കുറേ കാരണങ്ങളാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. ചിലപ്പോൾ നിങ്ങളിപ്പം ഈ ഒരു പരീക്ഷയ്ക്ക് ഞാൻ പണ്ടേ അപ്ലൈ ചെയ്തതാണ്, എനിക്കിപ്പോൾ താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കൺഫർമേഷൻ കൊടുക്കണ്ട. സപ്പോസ് കഴിഞ്ഞ കൊല്ലമൊക്കെ അപ്ലൈ ചെയ്ത പരീക്ഷയാണ്, ഇപ്പോൾ ഞാൻ ജോലിക്ക് കയറി, ഞാനിപ്പോൾ പരീക്ഷ എഴുതില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കണ്ട. ദെൻ നിങ്ങൾ എക്സാമിന് ഡേറ്റ് നോക്കുന്നു. എക്സാമിനേഷൻ ഡേറ്റ് എപ്പോഴാണ്? യെസ്, ഓഗസ്റ്റ് മാസം 2-ാം തീയതിയാണ് അല്ലേ. ഓക്കെ, 2/8/2024 ഒരു ഫ്രൈഡേ ആണ്. ഓക്കെ, ആ സമയത്ത് ഞാൻ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല, ആ സമയത്ത് ഞാൻ ചിലപ്പോൾ നാട്ടിലുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഈ പരീക്ഷ എഴുതുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലോ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കണ്ട. അപ്പോൾ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി സാധ്യതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൺഫർമേഷൻ നൽകരുത്. എന്തുകൊണ്ടാണ്? റിമൈനിങ് ആബ്സെൻറ്റ് ആഫ്റ്റർ എക്സസൈസിങ് ദി ഓപ്ഷൻ ഓഫ് കൺഫർമേഷൻ വിൽ റിസൾട്ട് ഇൻ ബ്ലോക്കിംഗ് ഓഫ് യുവർ പ്രൊഫൈൽ. നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ പരീക്ഷയ്ക്ക് ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. വിൽ റിസൾട്ട് ഇൻ ബ്ലോക്കിംഗ് ഓഫ് യുവർ പ്രൊഫൈൽ. ഓക്കെ, പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യാൻ കാരണമാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊരു നല്ല നടപടിയാണ്. കാരണം ഈ ഒരു സംഭവം കൊണ്ടുവന്നതിന് ശേഷം കുറേയധികം ആവശ്യമില്ലാത്ത ആൾക്കാർ എക്സാം എഴുതാതെ
പോകുന്നത് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പരീക്ഷയ്ക്ക് ഒരു 30,000 പേരാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുന്നവരെന്നെ ഏകദേശം ഒരു 24,000 അല്ലേ, അല്ലെങ്കിൽ 22,000 ആ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർ കുറഞ്ഞു അല്ലേ. ഈ കുറയുന്ന ആൾക്കാർ ആവശ്യമില്ലാത്ത ആൾക്കാർ തന്നെയായിരിക്കും. ഒന്നുകിൽ തീരെ പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാരോ അല്ലെങ്കിൽ ചുമ്മാ അപ്ലൈ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. നിർബന്ധമായിട്ട് നിങ്ങളൊരു കൃത്യമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും നിങ്ങളത് കൺഫർമേഷൻ കൊടുക്കുക തന്നെ ചെയ്യും. സോ അനാവശ്യമായിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യുന്നതും ആബ്സെൻ്റ് ആവുന്നതും ഇതുവഴി കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്, സാർ എനിക്ക് പനിയായിരുന്നു, എനിക്ക് എഴുതാൻ വേണ്ടി പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്തിട്ടില്ല, എൻ്റെ പ്രൊഫൈൽ ബ്ലോക്ക് ആവുമോ? നിലവിൽ ഇതുവരെ അങ്ങനെ പ്രൊഫൈൽ ആരുടെയെങ്കിലും ബ്ലോക്ക് ചെയ്തതായിട്ട് അറിവില്ല. അങ്ങനെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് PSCയുടെ വെബ്സൈറ്റിലൊക്കെ ലിസ്റ്റ് വരേണ്ടതാണ്. അങ്ങനെ ലിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൂടാതെ പൊതുവെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുമില്ല കേട്ടോ, ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല ആരുടെയെങ്കിലും പ്രൊഫൈൽ ബ്ലോക്കായിട്ട്. പക്ഷേ ഒരു സേഫ്റ്റി എന്ന നിലയിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി സാധിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ പ്രൊഫൈലിൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ, ഏതെങ്കിലും ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അത്തരം പരിപാടികൾ ചെയ്യരുത്. ചിലപ്പോൾ അഥവാ പ്രൊഫൈൽ ലോക്ക് ആവുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ, നിങ്ങൾക്കറിയാം PSCയുടെ മിക്കവാറും എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് പ്രൊഫൈൽ വഴിയാണ് നൽകുക അല്ലേ. സപ്പോസ് നിങ്ങളുടെ പ്രൊഫൈൽ ലോക്ക് ആവുകയാണെങ്കിലോ, ഇപ്പോൾ ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വരുന്ന ഒരു കോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്ന വിവരം നിങ്ങൾക്ക് മെസ്സേജായിട്ട് വന്നത് നഷ്ടപ്പെട്ടേക്കാം അല്ലേ. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു ശ്രദ്ധ ഇതിൽ പുലർത്തുക. നിർബന്ധമായിട്ടും ഏതെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെട്ടതോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് കാത്തു നിൽക്കുന്നതോ ഏതെങ്കിലും ഡോക്യുമെൻ്റ് അപ്ലോഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് ഞാൻ പറയുകയാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാകരുത്. അഥവാ അങ്ങനെ അവർ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സെലക്ട് ചെയ്യുക അല്ലേ. ഇപ്പോൾ 2 പരീക്ഷകൾ എഴുതാത്ത ആൾക്കാരുടെ പ്രൊഫൈൽ മുഴുവൻ നമുക്ക് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ 2ൽ കൂടുതൽ 3 പരീക്ഷയിൽ കൂടുതൽ എഴുതാത്ത ആൾക്കാരുടെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ സപ്പോസ് ഒരു മൊമെൻറ്റിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് നഷ്ടമാണ് അല്ലേ. ചിലപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? PSC ഓഫീസ് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ പരീക്ഷ എഴുതാത്തതിൻ്റെ കാരണം എന്താണെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. സോ ആ ഒരു റിസ്ക് എടുക്കാതിരിക്കുക. നിങ്ങൾ ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നില്ല എങ്കിൽ കൺഫർമേഷൻ കൊടുക്കേണ്ടതില്ല. ദെൻ ഈ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് ആ പരീക്ഷയിൽ താല്പര്യമില്ലെങ്കിൽ കൺഫർമേഷൻ കൊടുക്കേണ്ടതില്ല. അല്ലാത്തവരാണെങ്കിൽ നിങ്ങളത് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും കൺഫർമേഷൻ കൊടുക്കുക. അവസാന തീയതി വരെ കാത്തിരിക്കേണ്ട. ഇനി ഇതുണ്ടോ, ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കലാണ്, അതിൻ്റെ സിലബസ് ഒക്കെ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. എന്താണത്? ട്രാവൻകൂർ ഷുഗർ ആൻഡ് കെമിക്കൽ ലിമിറ്റഡ് ഡെപ്യൂട്ടി മാനേജർ, സ്കെയിൽ ഓഫ് പേ ഒക്കെ ഉണ്ട്, നമ്പർ ഓഫ് വേക്കൻസി ഉണ്ട്. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് മെക്കാനിക്കൽ സ്റ്റുഡൻസിനും ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിനുമാണ് കേട്ടോ. BTech ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സിലബസ് വരാൻ സാധ്യത 50 മാർക്കോളം മെക്കാനിക്കൽ, 50 മാർക്കോളം ഇലക്ട്രിക്കൽ, ഇതിനാണ് സാധ്യത. ഇതൊരു ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു മാനേജ്മെൻറ്റ് സബ്ജക്റ്റിൽ നിന്നുള്ള സിലബസ് കൂടി ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. ഡെപ്യൂട്ടി മാനേജർ എന്നൊക്കെ പറയുന്നത് കുറച്ച് നല്ല പോസ്റ്റ് തന്നെയാണ്. സോ മാനേജ്മെൻറ്റ് സെക്ഷനിൽ നിന്നുള്ള അത്തരം സിലബസിൽ നിന്നുള്ള അത്തരം മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. സോ പഠിച്ചു തുടങ്ങുന്നവർ എന്ത് ചെയ്യണം? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകൾ പഠിച്ചു തുടങ്ങുക. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും നിങ്ങൾ എന്ത് ചെയ്യുക? പതുക്കെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്കറിയാം, നിങ്ങൾ മറ്റ് പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മെക്കാനിക്കലിൽ എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്കറിയാം. തെർമോഡൈനാമിക്സ്, പവർ സൈക്കിൾസ് ഒക്കെ പഠിക്കുക, ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുക, മെക്കാനിക്സ് ഓഫ് മെഷീൻസ് പഠിക്കുക, മാനുഫാക്ചറിങ് പ്രോസസ്സൊക്കെ പഠിക്കുക അല്ലേ. ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈക്കിൾസ് ആണ് നമ്മൾ തെർമോഡൈനാമിക്സിന് ശേഷം പറയേണ്ടി വരിക. പവർ സൈക്കിൾ എന്നൊക്കെ പറയുമ്പോൾ കാർനോട്ടും എയർ സൈക്കിളും, ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എൻജിൻസ്, അതൊക്കെ നിങ്ങൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ സിലബസ് വരുന്ന മുറക്ക് അതിൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തുക. ദെൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ബേസിക് ഇലക്ട്രിക്കൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ മെഷീൻസും പവർ സിസ്റ്റവും ഇലക്ട്രോണിക്സും ഇലക്ട്രോസ്റ്റാറ്റിക്സും അതൊക്കെ പഠിച്ച് സെറ്റാക്കി വെക്കുക. കുറേ പോർഷൻസ് സെറ്റാക്കി വെക്കുക. ഇതിൻ്റെ സിലബസ് മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ വരും. എക്സാമിനേഷൻ കലണ്ടർ വരും ആഗസ്റ്റിലത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ സിലബസ് ഡിസ്കഷൻ്റെ വീഡിയോ ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. സോ അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ഈ ഒരു ചാനൽ കൂടി നമ്മൾ പാസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ
നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്